സ്നാപ്പ് തുടരുകയാണ്. 2026 ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 15 വരെ 101 സ്നാപ്പുകളാണ് നമ്മളെ ടാർഗറ്റിലുള്ളത്. ഇനിയൊരു സത്യം പറഞ്ഞ ഒരു 10-20 സ്നാപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം ടാർഗറ്റിലെത്തും. ഇന്ന് നമ്മൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറക്കാമോ എന്ന് പറയുന്ന കവിതയാണ് പരിചയപ്പെടുത്തുന്നത്. കവിതാ പുസ്തകമാണ് മറക്കാമോ. ഇതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ഒരുപാട് മികച്ച കവിതകൾ എഴുതുകയും ഒരുപാട് വേഷങ്ങൾ സിനിമകളിൽ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ഒരു പീരീഡില് കവിതയുടെ നവ കവിത പിന്നെ ഭാവുകത്വം എന്ന് പറയുന്നതിൽ അയ്യപ്പമണിക്കരൊപ്പം ഒക്കെ സച്ചിദാനന്ദ മാഷുടെയൊക്കെ ഒപ്പം ശക്തമായിട്ട് 70-കൾക്ക് ശേഷം കയറി വന്ന സാംസ്കാരിക വേദിയുടെ ഒരു 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 പ്രചോദനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ധീരമായ കവിതകൾ എഴുതിയ ജീവിതഗന്ധിയായ കവിതകൾ എഴുതിയ വ്യക്തിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ 1686 മുതലുള്ള കുറച്ച് കവിതകൾ അദ്ദേഹത്തിന്റെ കവിതകൾ പരിചയപ്പെടുത്തുകയാണ്. ദൈവപ്പിഴ സ്നാപ്പ് നമ്പർ 1686. ഒരിക്കൽ ഷൂട്ടിങ്ങിന് ജയിലിൽ ചെന്നപ്പോൾ ഞാൻ ചെടിക്ക് നനയ്ക്കുന്ന കുറ്റവാളിയെ കണ്ടു. എന്നോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ജയിൽ വാർഡൻ, കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തവൻ മഹാപാപി. ചെടിക്ക് നനയ്ക്കുക പുള്ളി. അമ്പരന്നു ഞാൻ. വിരൽ തുമ്പ് കൊണ്ടവനതാ കുഞ്ഞിനെ തൊടും പോലെ പൂവിനെ തലോടുന്നു. പൂവിനെ തൊടുമ്പോഴും കുഞ്ഞിനെ കീറുമ്പോഴും ജീവിതാനന്ദം തുല്യം. എന്തൊരു ദൈവപ്പിഴ, എന്തൊരു ദൈവപ്പിഴ, എന്തൊരു ദൈവപ്പിഴ. സ്നാപ്പ് നമ്പർ 1687 ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറക്കാമോ എന്ന പുസ്തകമാണ്. അതിലത്തെ ചില കവിതകളാണ്. ഒന്നും പറയാനില്ല. സ്നാപ്പ് നമ്പർ 1687. ഒന്നും പറയാനില്ല. ചീഞ്ഞ മാംസം കൊണ്ട് ഏത് കൈകളാണ് എന്നെ മനഞ്ഞത്? തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ ആരാണ് എന്നെ നാട്ടിയത്? ഉറക്കത്തിന്റെ ഇരുട്ടറകളിൽ കഴുത്തറക്കപ്പെട്ട ദൈവങ്ങൾ ശബ്ദമില്ലാതെ അലറി വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഉടലിൽ തീയാളുന്ന പ്രണയം ഓടിവന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. വേഷപ്രച്ഛന്നമായ കാലം വാൾമുനയിൽ അപസ്മാര നൃത്തം ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. വലിയ ജനത ചെറിയ ജനതയെ ഇരപിടിക്കുമ്പോൾ, വലിയ ജനത ചെറിയ ജനതയെ ഇരപിടിക്കുമ്പോൾ, കടൽ കരയെ ഇരപിടിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. കടൽ കരയെ ഇരപിടിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ചീഞ്ഞ മാംസം കൊണ്ട് എനിക്കൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇപ്പോ ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായ പ്രകാശ് രാജിന് പോലും SIR വോട്ട് അവകാശമില്ല എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അത് ഭീകരമായ ഫാഷിസത്തിന്റെ കരാളഹസ്തങ്ങൾ എവിടെയൊക്കെയാണ് ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കപ്പെട്ട സമയത്താണ് നമ്മൾ സ്നാപ്പ് നമ്പർ 1688 ബാലേന്ദ്രൻ ചുള്ളിക്കാടി കവിതയിലേക്ക് വരുന്നത്. ഇന്ത്യൻ വളരെ മാറ്റിക്കാണ്. കോടതി ആധാർ കാർഡിലെ പ്രതി നിരാധാരനാണ്. ആധാരില്ലാത്ത നിരാധാരനാണ്. കോടതി പേര് പ്രതി ഇന്ത്യൻ. കോടതി വേറെ പേരില്ലേ? പ്രതി ഇല്ല.
കോടതി. പിതാവിന്റെ പേര് പ്രതി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. കോടതി ഞെട്ടി. കോടതി: അത് രാഷ്ട്രപിതാവല്ലേ? പ്രതി: വേറെ പിതാവുള്ളതായി അറിവില്ല. കോടതി: മാതാവ്? പ്രതി: ഭാരതമാതാവ്. കോടതി വീണ്ടും ഞെട്ടി. കോടതി: അനാഥനാണല്ലേ? പ്രതി: അല്ല, രക്ഷകർത്താവുണ്ട്, രാഷ്ട്രപതി. കോടതി: നീരസം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പ്രതി: ഓർമ്മകൾ തുടങ്ങുമ്പോൾ. കോടതി: ആത്മകഥയാണോ? ആത്മകഥയാണോ? പ്രതി: ആത്മാവ് ഇല്ലാത്ത കഥ. കോടതി: ചുരുക്കി പറയണം, ചുരുക്കി പറയണം. പ്രതി: അധികമില്ല. കോടതി: തുടരാം. പ്രതി: ഓർമ്മകൾ തുടങ്ങുമ്പോൾ ഞാൻ റെയിൽ പാളത്തിലെ മലം നക്കി തിന്നുകയായിരുന്നു. കോടതി: അതെന്തിനാ? പ്രതി: റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ സൗജന്യ റേഷൻ കിട്ടിയിരുന്നില്ല. കോടതി: ഓ, പോഷകാഹാരക്കുറവ്. പ്രതി: ഇല്ല ഇല്ല, പകൽ പഴത്തൊലിയും രാത്രി പോലീസുകാരുടെ ശുക്ലവും ഭക്ഷിച്ചിരുന്നു, സ്വപ്നത്തിൽ ഇച്ഛകളെയും. ഇച്ഛകളെ. കോടതി: കൂടുതൽ എന്തെങ്കിലും? പ്രതി: കൂടുതലൊന്നും കിട്ടിയിരുന്നില്ല. കോടതി: നിർത്താം. പ്രതി: നിർത്തി. കോടതി: പ്രതി റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന മതപ്രഭാഷകനെ കുത്തിക്കൊന്നതായി സംശയാതീതം തെളിഞ്ഞിരിക്കുന്നു. ഓർഡർ. പ്രതി റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മതപ്രഭാഷകനെ കുത്തിക്കൊന്നതായി സംശയാതീതം തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിയുടെ മാനസികാവസ്ഥ പരിഗണിച്ച് ജീവപര്യന്തം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കാൻ ഈ കോടതി വിധിക്കുന്നു. ഇന്ത്യൻ. തുടർന്ന് നമ്മൾ തോട്ടി എന്ന് പറയുന്ന 1689 സ്നാപ്പിലേക്ക് വരികയാണ്. തോട്ടി. കൊച്ചിയിൽ ആദ്യമായി തോട്ടിപ്പണിക്കാരുടെ യൂണിയൻ സംഘടിപ്പിച്ച സഖാവ് MM ലോറൻസിനെ. ലോറൻസ് സഖാവ് മരിച്ചുപോയി, അതിന് മുമ്പ് എഴുതിയ കവിതയാണ്. നോക്കാം. ലോറൻസ് സഖാവിന്റെ അവസാന കാലത്ത് എഴുതിയതാണ്. കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു. യാർനീ കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു. നാൻ ഇഷക്കി മകൻ കുപ്പയാണ്ടി. അയാൾ വിനീതനായി. ലോകം വിധിച്ചു, നീ തോട്ടി, നീചജാതി, ജന്മപാപി, അസ്പൃശ്യൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോൻ. ശിഷ്യനായ വേലായുധൻ നാണു ഗുരുവിനോട് ചോദിച്ചു, തോട്ടി ബ്രഹ്മമാണോ ഗുരു? ഗുരു പറഞ്ഞു, തൊട്ടിയും ബ്രഹ്മം, മലവും ബ്രഹ്മം. ബൊട്ടിച്ചട്ടിയിൽ ഗാന്ധി പറഞ്ഞു, തൊട്ടിയിൽ നിന്നു വമിക്കുന്ന ദുർഗന്ധം അവന്റെ മലത്തിൻ്റെതല്ല, നിങ്ങളുടെ മലത്തിൻ്റെതാണ്. അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീരുകെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ
പെറ്റു. പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്തുയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു, സഖാവേ. അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകളുയർത്തി മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി, മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി. സൂര്യൻ അയാളുടെ കണ്ണുകൾക്കു തീയിട്ടു. കുപ്പയാണ്ടിയുടെ പരമ്പര ഇപ്പോഴും കൊച്ചിയിലുണ്ട്. കോർപ്പറേഷനിൽ മാലിന്യം നീക്കുന്നു. ലോറൻസ് ചേട്ടന് 90 കഴിഞ്ഞു. ആണിക്കിടക്കയിൽ മരണകാലം കാത്തുകിടക്കുന്നു. 2023 എഴുതിയ കവിതയാണത്. തോട്ടി. സ്നാപ്പ് നമ്പർ 1690 നമ്മൾ. വേഗം. ഏതു പിശാച ഗിത്താറിന്റെ തന്ത്രികൾ, പാതയ്ക്കുമേലുള്ള വൈദ്യുത കമ്പികൾ. ഏതു പിശാച ഗിത്താറിന്റെ തന്ത്രികൾ, പാതയ്ക്കുമേലുള്ള വൈദ്യുത കമ്പികൾ. ഏതപസ്മാര നഗരമിരമ്പുന്ന ചേതന. ഡീസൽ കുടിച്ചോരൻ ഭാവന. വേഗനിയന്ത്രണം വിട്ടു പാഞ്ഞെങ്ങോട്ട് പോകുന്നു? കുട്ടിയിടിച്ചു തകരുന്നു. എങ്ങോട്ട് പോകുന്നു? വേഗനിയന്ത്രണം വിട്ട് പാഞ്ഞെങ്ങോട്ട് പോകുന്നു? കുട്ടിയിടിച്ചു തകരുന്നു. ഓരോ സ്ഫടിക ഗണത്തിലും വിസ്മൃത സൂര്യനെ കത്തിച്ചു സോളാരദീപിക. ഓരോ സ്ഫടിക കണത്തിലും വിസ്തൃത സൂര്യനെ കത്തിച്ചു സോളാരദീപിക. പെട്ടെന്ന് സൈറൺ. അത് ആംബുലൻസോ തലപൊട്ടിയ വാക്കിനെ കൊണ്ടുപോകുന്നു. 2017 എഴുതിയതാണത്. നോക്കാം. മറുപുറം. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറക്കാമോ എന്ന പുസ്തകത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1691 മറുപുറം. നോക്കാം. മറുപുറം. സ്നാപ്പ് നമ്പർ 1691. ഉറയുന്നു വാക്കിനിരുളിൽ പുലി വിളരും നിലവിളി മാത്രം. ഉറയുന്നു വാക്കിനിരുളിൽ പുലി വിളരും നിലവിളി മാത്രം. നിശ്ചല സംഗീതത്തിന്മേൽ കത്തികളുടെ നൃത്തം മാത്രം. മാംസക്ഷേത്രത്തിൽ മുഴങ്ങും മരണത്തിൻ മാറ്റൊലി മാത്രം. മറ്റൊരു ലോകത്തിൽ നിന്നും കാറ്റിന്റെ കൊടും കൂര മാത്രം. മായാതെ കിടക്കുന്ന പെരും തീയിൻ കാൽപ്പാടുകൾ മാത്രം. കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ വിരലേന്തിയ നിമിഷം മാത്രം. കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ നിഴലേന്തിയ നിമിഷം മാത്രം. മറുപുറം.
ബാലചന്ദ്രൻ ചുള്ളിക്കാട് മറക്കാമോ എന്ന കവിതാ സമാഹാരത്തില് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പറഞ്ഞ 1692 സ്നാപ്പോടുകൂടി നമ്മൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തൽക്കാലം ഈ കവിതകളുടെ ഈ ആക്ടിംഗ് സാധ്യതകൾ ഇപ്പോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഒരുപാട് കവിതകൾ അദ്ദേഹത്തിന്റെ നമുക്ക് ആക്ട് ചെയ്തിടാനുണ്ട്. എസ് എ ആക്ടർ കെമിസ്ട്രി എന്നുള്ള രീതിയിൽ, പെർഫോമൻസ് പോയട്രി എന്നുള്ള രീതിയിലാണ് ഞാനിതെല്ലാം കൊണ്ടുവരുന്നത്. കവിതാ ദിനം 1692 കവിതാ ദിനം നോക്കാം. ദൈവസ്നേഹമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ നശിപ്പിക്കാൻ ചെകുത്താൻ കവിതയെ നിയോഗിച്ചു. എന്നെ നശിപ്പിക്കാൻ ചെകുത്താൻ കവിതയെ നിയോഗിച്ചു. കവിത എന്നെ ക്ലാസ്സിൽ നിന്നും വിളിച്ചിറക്കി. ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ തന്നു. വിഷാദത്തിന്റെ വീഞ്ഞ് പകർന്നു. പാപത്തെ പരിചയപ്പെടുത്തി. കുറ്റബോധത്തിന്റെ അറവ് പുരയിലേക്ക് നടത്തി. സ്വന്തം ചോര കുടിപ്പിച്ചു. സൗഹൃദത്തിന്റെ ചാരായശാലയിൽ അജ്ഞാത കവിയുടെ അടുത്തിരുത്തി. പ്രതിയുടെ വീട്ടിൽ താമസിപ്പിച്ചു. ചന്ദ്രന്റെ രഹസ്യലിപി വായിപ്പിച്ചു. പാതിരാക്കി പാലത്തിനടിയിലേക്ക് കൊണ്ടുപോയി. വണ്ടിക്ക് തലവച്ചവളുടെ പ്രേതത്തെ പ്രണയിപ്പിച്ചു. കുഷ്ഠരോഗി എന്നെ കെട്ടിപ്പിടിച്ചു. ക്ഷയരോഗിണി എന്നെ ചുംബിച്ചു. ഇരുട്ടിൽ എന്നെ പട്ടി കടിച്ചു. ഇരുട്ടിൽ എന്നെ പട്ടി കടിച്ചു. അങ്ങനെ ഞാനും കവിയായി. നാശത്തിന്റെ കവി. അങ്ങനെ ഞാനും കവിയായി. നാശത്തിന്റെ കവി, നാശത്തിന്റെ കവി, നാശത്തിന്റെ കവി. കവിതാ ദിനം 2018 എഴുതിയതാണ്. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 1692 സ്നാപ്പോട് കൂടി നമ്മൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഈ മറക്കാമോ എന്ന കവിതയുടെ പരിചയപ്പെടുത്തലിലൂടെ നിർത്തി. ഓക്കെ.